ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ. ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നലെ ഈ വിഷു അറിഞ്ഞിട്ട് വിഷുവിൻ്റെ കാരണം പറഞ്ഞിട്ട് എവിക്ഷനാക്കുന്ന ആളുകളെ അത് ഇല്ലാതിരിക്കാനുള്ള സാധ്യത ഉണ്ട്, അങ്ങനെയാണ് കാണുന്നത്. കാരണം ഇവർക്ക് ജാൻമണീനെയും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ പുറത്താക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പ്രത്യേകം പെട്ടെന്ന് പുറത്തെടുത്ത് ചാടാൻ വേണ്ടിയിട്ട് ഇവർക്ക് മടിയുണ്ടാവും എന്നുള്ള രീതിയിൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അതെന്തായാലും അതുപോലെ തന്നെ നടന്നു. ബിഗ് ബോസ് സീസൺ 6 വീക്കെൻഡ് എപ്പിസോഡ് പാർട്ട് 2, അതായത് രണ്ടാമത്തെ ദിവസം കേട്ടോ, സൺഡേ ഉള്ളത്. നമ്മുടെ ജിൻഡോ ക്യാപ്റ്റനായതാണ് ശരിക്കും എനിക്ക് തോന്നിയതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സംഗതി എന്നാണ് തോന്നുന്നത്. ബാക്കി പിന്നീട് വന്ന സംഭവങ്ങളൊക്കെ ഒരു വേസ്റ്റ് കണ്ടൻ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ജിൻഡോ ക്യാപ്റ്റൻ ആയി എന്ന് മാത്രമല്ല, പൊതുവേ ഇതിന് മുന്നേ എല്ലാം ടാസ്ക് വിജയിച്ച ആളുകളാണ് ക്യാപ്റ്റൻ ആയതാണെങ്കിലും ഈ ക്യാപ്റ്റൻസിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആ ഹൗസിലുള്ള ആളുകളുടെ ഭൂരിപക്ഷ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ജിൻഡോ ക്യാപ്റ്റനായത്. അതും എല്ലാവരും ആദ്യം വെറുപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ജിൻഡോ അങ്ങനെ ക്യാപ്റ്റനായി. ജിൻഡോ ക്യാപ്റ്റനായതിന് ശേഷം നമ്മുടെ ജിൻഡോ വന്നിട്ട് രണ്ടാമത് ലാലേട്ടനോട് പറയാ, എനിക്ക് ഒരിക്കൽ കൂടി ക്യാപ്റ്റൻ ആവണമെന്ന് ആഗ്രഹമുണ്ട്. ആദ്യത്തെ ആവാൻ വേണ്ടിയിട്ട് ചാർജും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. മൺഡേ മുതലാണ് ചാർജൊക്കെ കിട്ടുക. അതിനേക്കാളും മുന്നേ പുള്ളിക്കാരൻ ലാലേട്ടനോട് പറയാം എനിക്ക് ഒരിക്കൽ കൂടി ക്യാപ്റ്റൻ ആവണം. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ? ആഗ്രഹങ്ങളാണല്ലോ വേണ്ടത്, ആഗ്രഹിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലുത്. എനിക്കൊന്നും കൂടി ആവാനുള്ള ആഗ്രഹമുണ്ട്. പിന്നെ എനിക്കിതിൽ പ്രധാന കാര്യമായിട്ട് പറയാനുള്ള ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ എപ്പിസോഡിനെ കുറിച്ചിട്ട് മൊത്തത്തിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ ഒരു എപ്പിസോഡ് ഈ വീക്കെൻഡിൽ ഈ സെക്കൻഡ് എപ്പിസോഡായിട്ട് വന്ന ഈ എപ്പിസോഡ് ശരിക്കും ജാസ്മിനും ഗബ്രിക്കും വേണ്ടിയിട്ട് മാത്രമായിട്ട് മാറ്റി വെച്ച ഒരു എപ്പിസോഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അവർക്ക് വേണ്ടിയിട്ട് മാത്രം അവരെ കാര്യങ്ങൾ ഏതാണ്ട് 3/4 ഭാഗം അവരെ കാര്യങ്ങൾ മാത്രമേ ഇതിൽ സംസാരിക്കുന്നുള്ളൂ. ജാസ്മിൻ ഗബ്രി, ജാസ്മിൻ്റെ പ്രേമം ഉള്ളതാണോ, ഗബ്രി ശരിക്കും യഥാർത്ഥത്തിൽ പ്രേമിക്കുന്നുണ്ടോ എന്നൊക്കെ ലാലേട്ടൻ ചോദിച്ചിട്ട് അലമ്പാക്കിയൊരു വളരെ വേസ്റ്റായിട്ടുള്ള ഒരു, അതായത് ഫുള്ളായിട്ട് എന്ന് പറയാൻ പറ്റില്ല, ഏതാണ്ട് 3/4 ഭാഗവും വേസ്റ്റ് എന്ന് പറയാം. 3/4 ഭാഗത്തിന് ശേഷം വിഷുവിൻ്റെ സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ജിൻഡോയുടെ ക്യാപ്റ്റൻസിയായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഉണ്ടെങ്കിലും ബാക്കിയുള്ള സമയങ്ങളൊക്കെ എനിക്കൊരു വല്ലാത്തൊരു വേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും ജാസ്മിനും ഗബ്രിക്കും നല്ല മുട്ടൻ പണി കൊടുത്തുകൊണ്ടുള്ള ഒരു എപ്പിസോഡാണ്. ജാസ്മിൻ ഇല്ലെങ്കിൽ ബിഗ് ബോസ് ഇല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് ബിഗ് ബോസ് മാറിപ്പോയി എന്നൊരു ഫീല് എനിക്ക് ശരിക്കും കിട്ടീന് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ വന്നിട്ട് ഗബ്രീനോട് നിൻ്റെ യഥാർത്ഥ പ്രേമാണോ, നീയല്ലാണ്ട് പിന്നെ ജാസ്മിനെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ടോ, ജാസ്മിനെ പിന്നെ എന്തെങ്കിലും വിഷയമാക്കുന്നതിൽ ഗബ്രിക്ക് പങ്കുണ്ടോ, അങ്ങനെയെല്ലാം ചോദിക്കുക. അതുപോലെ തന്നെ ഗബ്രി ഇതിന് മുന്നേ ജാസ്മിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിപ്പാക്കിയിട്ട് കാണിക്കുക. എന്താണെങ്കിലും ഒരു വേസ്റ്റ് ഒരു എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് മൊത്തത്തിൽ അങ്ങനെ ഒരു ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഹൗസിൽ നിൽക്കുന്ന ആളുകൾ അവർക്ക് പല ഗെയിം പ്ലാനും ഉണ്ടാവും. ആ ഗെയിം പ്ലാൻ ഏതാണെന്നുള്ളത് പ്രേക്ഷകർ കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ഗെയിം പ്ലാൻ എന്താണ്, അവരെന്ത് ഗെയിമാണ് കളിക്കുന്നത്. എല്ലാ ആളുകൾക്കും ഏതാണ്ട് 90% ആളുകൾക്കും ഇവരുടെ സംഭവം എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ഒന്ന് അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് എന്നല്ലാതെ അവർക്ക് രണ്ടുപേർക്കും കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ ആൻസർ. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും അറിയാം ഇത് എന്താണ് കളിക്കുന്നത്, ഇനി ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാവോ ഇല്ലേ എന്നുള്ള കാര്യത്തിലൊക്കെ അവർക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ ഇത് നിങ്ങൾ ജാസ്മിന് എന്തെങ്കിലും വിഷയമുണ്ടോ എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങൾ ഗബ്രീനെ കരിവാരി തേക്കുന്നത് പോലത്തെ ഒരു അവസ്ഥയായി പോയി. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഗബ്രിക്ക് നല്ല മാനസിക പ്രഷർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നിയത്. പുള്ളിക്കാരന് സംസാരിക്കാൻ പോലും പറ്റാത്തൊരു രീതിയിലേക്ക് എല്ലാവരും കൂടിയിട്ട് പുള്ളീനെ ഒരു കുഴിയിലേക്ക് തള്ളിയിട്ടതായിട്ടുള്ള ഒരു ഫീല് എനിക്ക് ഈ ഒരു സംഭവത്തിൽ കിട്ടി. അത് ജാസ്മിൻ നിന്ന് മാത്രം വേണ്ടിയിട്ടാണ് എന്ന് ഓർക്കുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ നമുക്ക് അരിശം വരുന്നത്. ഒരാളെ മാനസികമായിട്ട് നല്ല ഉഷാറാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ ഒരു കുഴിയിലേക്ക് തള്ളിയിടുക, അയാളെ ഒന്നുമല്ലാത്ത കോലത്തിലാക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ അയാളൊരു മോശക്കാരനായിട്ട് ചിത്രീകരിക്കുക. ഇതിനേക്കാളും വലിയ മാനസിക സമ്മർദ്ദം ഒരു ഗെയിമർ എന്ന രീതിയിൽ ഗബ്രി എവിടെ പോയിട്ടാണ് ഇനി കിട്ടുക? അതുകൊണ്ടാണ് ഗബ്രി ഒന്നും അനങ്ങാതിരുന്നത്. എനിക്കത് പറയാണ്ടോ. അല്ലെങ്കിൽ പിന്നെ വേറെ ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് ചിലപ്പം ബിഗ് ബോസും അതിൻ്റെ ഉള്ളിലുള്ള ആളുകളൊക്കെ ഈ ജാസ്മിനും ഗബ്രിയൊക്കെ അറിഞ്ഞുകൊണ്ടുള്ളൊരു ആളുകളെ പ്രേക്ഷകരുണ്ടല്ലോ, ലക്ഷോപലക്ഷം കാണുന്ന പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉടായ്പ പരിപാടി ആവാനും നാടകമാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിനു മുന്നേയുള്ള ഒരു ബിഗ് ബോസ് സീസണിലും ഇതുപോലെ ഇത്രയും ഇതായിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു എപ്പിസോഡ് മാറ്റി വെക്കുന്ന രീതിയിലേക്കൊന്നും ഉണ്ടായിട്ടില്ല എന്ന എൻ്റെ അറിവിൽ. ഇനി ഏതെങ്കിലും ഒരു എപ്പിസോഡ് ഞാൻ കാണാതെ പോയ ഏതെങ്കിലും എപ്പിസോഡോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ
പൂർണ്ണമായിട്ടുള്ള അറിവ്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഇന്നലെ പറഞ്ഞതിൽ ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ പറഞ്ഞ് ജാസ്മിന് വിചാരിക്കുന്നത് പോലെയല്ല, ജാസ്മിനെ പുറത്തുള്ള ഭയങ്കര സപ്പോർട്ടിങ് ആണ് ആളുകൾ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ജാസ്മിൻ നല്ലൊരു ഗെയിമറാണ്, ജാസ്മിൻ നല്ലൊരു പ്ലെയറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറയുന്നത് കേട്ടിന്. അപ്പോൾ ഈ പുറത്ത് ഈ സോഷ്യൽ മീഡിയയിലായി കഴിഞ്ഞാലും മറ്റ് വേറെ പല രീതിയിലായി കഴിഞ്ഞാലും നടക്കുന്ന കാര്യങ്ങളൊന്നും ഈ ബിഗ് ബോസും ലാലേട്ടനൊന്നും അറിയുന്നില്ലേ എന്നെനിക്കൊരു ചോദ്യമുണ്ട്. കാരണം ഈ ഗബ്രിക്കും ജാസ്മിനും പുറത്ത് നല്ല രീതിയിൽ ഹേറ്റേഴ്സ് ഉണ്ട്. ഫാൻസിൻ്റെ എത്രയോ ഇരട്ടി ഹേറ്റേഴ്സാണ് കൂടുതലുള്ളത്. ഈ ജാസ്മിനെ മുന്നേ ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുന്ന സമയത്ത് ഫാൻസായിട്ടുള്ള ആളുകൾ പോലും ജാസ്മിനെ വെറുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പം കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത്. എന്നിട്ടും ബിഗ് ബോസിൻ്റെ ടീമും ലാലേട്ടനൊന്നും ഈ ഒരു വിഷയമൊന്നും അറിഞ്ഞിട്ടില്ല. അവർ ഇപ്പോഴും ജാസ്മിനെയും കൂട്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ജാസ്മിൻ്റെ പിറകെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനത് പറഞ്ഞു. പിന്നെ വേറൊരു വിഷയം, എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങളൊരു കാര്യം ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ആ ജാസ്മിന് നിങ്ങളൊരു കപ്പും കൂടി എടുത്തിട്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അത് അടുത്തേക്ക് അവസാനിച്ചല്ലേ. ഇനി ഇത് വെറുതെ ഒരു നാടകം എന്നുള്ള രീതിയിൽ നിങ്ങൾ എല്ലാ കാര്യത്തിലും ജാസ്മിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക, എല്ലാ കാര്യത്തിലും ജാസ്മിന് വേണ്ട സംഗതികളെല്ലാം ചെയ്തു കൊടുക്കുക, ജാസ്മിൻ്റെ വീട്ടുകാരിൽ നിന്ന് ഫോൺ വിളിച്ച് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക, ജാസ്മിന് പുറത്തുള്ള കാര്യങ്ങളിൽ അറിയാനുള്ള ഇത് കൊടുക്കുക, ജാസ്മിനോട് ഇങ്ങനെ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഇനി ഒരു കപ്പായിട്ട് എന്തിനാ കൊടുക്കാണ്ടിരിക്കുന്ന, ഒരു കപ്പും കൂടി എടുത്തിട്ട് അങ്ങ് കൊടുത്തേക്ക്. അത്രയും ദിവസം ആളുകൾ ഇങ്ങനെ ഈ ഷോ കാണുകയും വേണ്ട. അതുപോലെ തന്നെ ഇത്രയും പൈസ ചെലവിൻ്റെ കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, നിങ്ങൾക്കും ലാഭം തന്നെയല്ലേ അത്രയും പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ. അതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയത്തിൽ. ഇനി ഈ ഗബ്രീനെയും ജാസ്മിനെയും കുറിച്ചിട്ട് ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ ശ്രമിക്കുന്നത്. കാരണം ഇവർക്ക് ബിഗ് ബോസ് ടീം ഇത്രയും സപ്പോർട്ട് കൊടുക്കുകയും ബാക്കിയുള്ള ആളുകളെയൊക്കെ മണ്ടന്മാരെ എന്നുള്ള രീതിയിൽ അതിൽ ഇങ്ങനെ ഗെയിം കളിപ്പിക്കുകയും ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇന്നലത്തെ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സിബി മച്ചാൻ ഇന്നലെ ഒരു പെർഫോമൻസ് നടത്തിയതിന് മോനെ അസാധ്യം അന്യായം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മുതൽ സിബി മച്ചാൻ്റെ ഫാനാട്ടോ. ഗംഭീര പെർഫോമൻസ്, അതിൽ ഒരു നെഗറ്റീവ് പോലും പറയാനില്ല, അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത പെർഫോമൻസ്. ഈ ചങ്ങായി ഭയങ്കര സംഭവമാണ് കേട്ടോ. ഈ ജാസ്മിനും ഗബ്രിക്കും ഈ ബിഗ് ബോസ് ടീം ഇത്രയും സപ്പോർട്ട് കൊടുക്കുന്നില്ലായിരുന്നുവെങ്കിൽ നമ്പർ 1 ആയിട്ട് നിൽക്കാൻ ശരിക്കും അർഹനായിട്ടുള്ള ഒരാൾ ഈ പുള്ളിക്കാരനാണ്, അതിൽ യാതൊരു സംശയമില്ല. എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ്, വേറെന്തെങ്കിലും പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രതികരണം. പിന്നെ വിളിച്ചു പറയേണ്ട കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും നിൽക്കുന്ന കാര്യങ്ങൾ എല്ലാം അറിയുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയുന്നു. കൃത്യമായിട്ടുള്ള ഗെയിം പ്ലാനിങ്, കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ്, ഒന്നും ഒരു കുറ്റവും പറയാനില്ലാത്ത ഒരാൾ എന്നുള്ള രീതിയിൽ ഇത്രയും ദിവസം കണ്ടതിൽ വെച്ചാണ്. ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമല്ല. ഇനി എന്തെങ്കിലും അങ്ങോട്ടേക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വേണ്ടിയിട്ട് പൊങ്കാലിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരണ്ട. കിടിലം പ്ലെയർ എന്ന് പറഞ്ഞാൽ കിടിലം പ്ലെയർ. ഇത്രയും ദിവസത്തെ പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് വെച്ചിട്ട് കിടിലം പ്ലെയർ. അതിൽ എനിക്കൊരു ഡൗട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ആ ഒരു ടാസ്കിനിടയിൽ എല്ലാവരുടെ ജാതകത്തെക്കുറിച്ചിട്ടും പറഞ്ഞ് നമ്മുടെ ഗബ്രീൻ്റെയും ജാസ്മിൻ്റെയും ജാതകം അതിൽ പറയാത്തതാണോ ഇല്ലെങ്കിൽ പറഞ്ഞത് ബിഗ് ബോസ് കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഔട്ട് ചെയ്തതാണോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. കാരണം കട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, 2-3 ദിവസം മുന്നേ നമ്മുടെ ആര്യ മുന്നേ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ബഡായി ബംഗ്ലാവിൽ പിഷാരടിൻ്റെ ഒപ്പം ഉള്ള ആര്യ വന്നിട്ട് ഇവർ കട്ട് ചെയ്തിട്ടാണ് ഇവർക്ക് ആവശ്യമുള്ളത് മാത്രമേ പുറത്ത് വിടുന്നുള്ളൂ എന്നുള്ള രീതിയിലുള്ളൊരു ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിൽ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ഡൗട്ടുണ്ട്. കാരണം അവരെ രണ്ടാളത് മാത്രം പറഞ്ഞിട്ടില്ല, ബാക്കിയുള്ള എല്ലാവരും ഔട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മുടെ ജിൻഡോനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ജിൻഡോയുടെ സൂര്യ നമസ്കാരത്തെ കുറിച്ചിട്ട് ലാലേട്ടൻ ഇന്നലെ ചോദിച്ചപ്പോൾ ജിൻഡോ എന്തൊക്കെയാണ് ഉരുണ്ട് കളിച്ചത്. ജിൻഡോ എന്നല്ല പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് എല്ലാ കാലങ്ങളും സൂര്യ നമസ്കാരം ചെയ്യാറുണ്ട്, അപ്പോൾ ഈ തീ കിട്ടാത്തതുകൊണ്ടാണ് സിഗരറ്റ് വെച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇയാൾ ഇങ്ങനെ കളവ് പറയുന്നത് കൊണ്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ആ സംഭവം അങ്ങ് സമ്മതിച്ചാൽ പറയും, ഞാനതങ്ങനെ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പറഞ്ഞിട്ട് അങ്ങ് സമ്മതിക്കാനുള്ളൂ. ഇത് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും പറയും, അപ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് ഇയാളോട് ഉള്ള സ്നേഹം കൂടി ഇല്ലാതായി പോവുകയാണ്. എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞത്, ഞാൻ നാട്ടിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് പറഞ്ഞ് ഞാൻ സ്ഥിരമായിട്ട് സിഗരറ്റ് വലിക്കുന്ന ആളാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഞാൻ 6 മാസമായിട്ടുള്ളൂ സിഗരറ്റ് വലി തുടങ്ങിയിട്ട്. പിന്നെ പറയാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സിഗരറ്റ് വലിക്കുള്ളൂ. ലാലേട്ടൻ ബോഡി ബിൽഡിങ് ട്രെയിനർമാർ സിഗരറ്റ് വലിക്കാൻ പാടുന്നുള്ളൂ, അത് നല്ലതാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അയാളെ കൃത്യമായിട്ട് അയാളെ സ്നേഹിക്കാനുള്ള സംഭവങ്ങളും അയാൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അയാളെ വെറുക്കാനുള്ള സംഭവം അയാളിന് കൃത്യമായിട്ട് ഇങ്ങനെ ഒന്നിനൊന്നായിട്ട് ഇങ്ങനെ ഈക്വലായിട്ട് സാധനം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോവുകയെന്ന്. എന്താണെങ്കിലും അതങ്ങനെ ആ വഴിക്ക് നടക്കട്ടെ. പിന്നെ എന്തായാലും ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ, ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നലെ ഈ വിഷു അറിഞ്ഞിട്ട് വിഷുവിൻ്റെ കാരണം പറഞ്ഞിട്ട് എവിക്ഷനാക്കുന്ന ആളുകളെ
അത് ഇല്ലാതിരിക്കാനുള്ള സാധ്യത ഉണ്ട്, അങ്ങനെയാണ് കാണുന്നത്. കാരണം ഇവർക്ക് ജാൻമണീനെയും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ പുറത്താക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പ്രത്യേകം പെട്ടെന്ന് പുറത്തെടുത്ത് ചാടാൻ വേണ്ടിയിട്ട് ഇവർക്ക് മടിയുണ്ടാവും എന്നുള്ള രീതിയിൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അതെന്തായാലും അതുപോലെ തന്നെ നടന്നു. എന്താണെങ്കിലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന് വിഷുവിൻ്റെ ആശംസകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നലത്തെ എപ്പിസോഡ് അങ്ങനെ അങ്ങ് അവസാനിച്ചു. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.